നമസ്കാരമുണ്ട് പ്രിയരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് കൃഷ്ണകുമാർ. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു എൻ്റെ ജനനം. അച്ഛന് തിരുവനന്തപുരത്ത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുള്ളതിനാൽ പഠിച്ചതും വളർന്നതും ഒരു തിരുവനന്തപുരംകാരനായിട്ടായിരുന്നു. അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് മാനേജരായി ജോലി ചെയ്യുന്നു. സാമ്പത്തികമായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് തന്നെ പറയാം. 18-ാമത്തെ വയസ്സിൽ എഞ്ചിനീയറിംഗ് പഠനവും തുടർന്നുള്ള മറ്റു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെയും പിൻബലത്തിൽ ഗൾഫിൽ എനിക്കൊരു ജോലി തരപ്പെട്ടു. അങ്ങനെ പ്രവാസ ജീവിതത്തിലെ ഓട്ടങ്ങളുടെ ഇടയിൽ വീട്ടുകാർ എനിക്ക് കല്യാണാലോചനകൾ തുടങ്ങി. എനിക്ക് ഇളയതൊരു അനിയനായതിനാലും മറ്റു ബാധ്യതകളില്ലാത്തതിനാലും കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിലോ കോളേജിലോ പ്രണയമൊന്നും ഇല്ലാത്തതിനാൽ വീട്ടുകാരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എനിക്ക്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ എമർജൻസി ലീവ് എടുത്തു വന്ന് പെണ്ണ് കണ്ടു. എനിക്ക് 28 വയസ്സായി. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു 5.5 അടി പൊക്കം, നല്ല തടിച്ചുരുണ്ട ശരീരം, അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. സാരി ഉടുത്ത് പെണ്ണ് കാണൽ ചടങ്ങിൽ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. അന്ന് ഞാൻ എൻ്റെ അമ്മായിയമ്മയെ ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യമായി പെണ്ണ് കാണൽ, പിന്നെ പരിചയമില്ലാത്ത വീടും സ്ഥലവും. എന്തായാലും പെൺകുട്ടിക്കും എന്നെ ഇഷ്ടമായി, വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമായി. ജാതകമൊക്കെ ചേരുകയും ചെയ്യും. അങ്ങനെ 6 മാസത്തിന് ശേഷം കല്യാണവും നടന്നു. സിജിമോൾ എന്നായിരുന്നു വൈഫിന്റെ പേര്. നാഗർകോവിലാണ് അവളുടെ വീട്. മലയാളികളാണെങ്കിലും അവരുടെ പൂർവികർ തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആയിരുന്നു. അച്ഛൻ ഗോപാൽ, 54 വയസ്സുണ്ട്. അമ്മ തങ്കം, 44 വയസ്സും. പിന്നെ അവളുടെ ഒരു ചേട്ടനുണ്ട്, വിഷ്ണു. അവൻ എന്നെക്കാട്ടിലും 1 വയസ്സ് മൂത്തതാണ്. പക്ഷേ ആളൊരു മണാഗുണാഞ്ചനാണെന്ന് തന്നെ പറയാം. കല്യാണം കഴിഞ്ഞിട്ടില്ല. അച്ഛനെ ബിസിനസ്സിൽ അങ്ങനെ സഹായിക്കുന്നു. തങ്കം ഹൗസ് വൈഫാണ്. അവർക്കൊരു 5 അടി പൊക്കം കാണും. നല്ല വെളുത്ത ശരീരമാണ് അവർക്ക്. വലിയ സൗന്ദര്യം ഒന്നുമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ എല്ലാം ആവശ്യത്തിനുണ്ട്. ഒരു സാധാ വീട്ടമ്മ. അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടങ്ങി. സിജി എൻ്റെ ഭാര്യയാണ്. എന്നോട് പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ പക്ഷേ മറ്റു കാര്യങ്ങളിലെല്ലാം വളരെ വീക്കായിരുന്നു. അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയും വേദന സഹിച്ചുമാണ് അവൾ എന്നും ഞാനുമായി സഹകരിച്ചത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. 2-3 മാസത്തിനകം ഞാൻ അവളെയും ഗൾഫിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. എനിക്ക് വേണ്ടി താല്പര്യം ഇല്ലെങ്കിൽ പോലും അവൾ സഹകരിക്കും. അങ്ങനെ കുറേശ്ശെ അവൾക്കും താല്പര്യമായി തുടങ്ങി. അങ്ങനെ വന്ന് 1 മാസത്തിനകം അവൾ ഗർഭിണിയായി. അത് കഴിഞ്ഞ് 2 ആഴ്ച എൻ്റെ കൂടെ നിന്നപ്പോഴത്തേക്കും ഛർദിലും ബഹളവുമൊക്കെയായി. ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാട്ടിലേക്ക് കയറ്റിവിട്ടു ഞാൻ. ഡെലിവറി ട്രിവാൻഡ്രം മതിയെന്ന് അവളും വീട്ടുകാരും പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു. പ്രസവാനന്തരം കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് ഗൾഫിലേക്ക് ഇങ്ങി പോന്നു. ഇതിനിടയിൽ പ്രസവത്തിനായി ഞാനും നാട്ടിലെത്തിയിരുന്നു. ഈ കാലയളവിൽ ഞാനും അമ്മായിയമ്മയും തമ്മിൽ നല്ല അടുപ്പമൊന്നുമില്ലായിരുന്നു. അമ്മയും മരുമകനും എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു 5-6 വർഷം കടന്നുപോയി. ഒരു അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ 2 കുടുംബങ്ങളും എൻ്റെ കസിൻസ് ആൻഡ് ഫാമിലി എല്ലാവരും കൂടെ ഒരു 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. എല്ലാവരും പല പല വണ്ടികളിലായിരുന്നു എത്തിയത്. കൊടൈക്കനാലിലേക്കായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. 15 പേരുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ ആകെ 4 റൂം മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ. കസിൻസും എൻ്റെ അനിയനും കൂടി ഒരു റൂം എടുത്തു. എൻ്റെ അച്ഛനും അമ്മയും ചിറ്റപ്പന്മാരും വേറൊരു റൂമും, എൻ്റെ മാമന്മാരും അമ്മയും ഒക്കെ വേറെ ഒരു റൂമും എടുത്തു. ബാക്കിയുള്ള ഒരു റൂം ഞാനും വൈഫും കുഞ്ഞും. അമ്മായിയപ്പനും അമ്മായിയമ്മയും എത്താൻ വൈകിയിരുന്നു. അവർ നാഗർകോവിൽ നിന്ന് ബസ്സിലാണ് വന്നത്. രാത്രി 2 മണി കഴിഞ്ഞു. ഞാനും അനിയനും കൂടിയാണ് രാത്രി അവരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തിച്ചത്. ഇതിനിടയിൽ കുഞ്ഞുമാമന്മാര് കിടക്കുന്ന മുറിയിൽ പോയി കിടന്നു അമ്മായിയപ്പൻ. എൻ്റെ മാമന്മാരും അച്ഛനുമായി നല്ല കമ്പനി ആയതുകൊണ്ട് പിന്നെ 2 എണ്ണം അടിക്കാമെന്നുള്ള ചിന്തയിലാണ് അവിടെ പോയി കിടന്നത്. അവസാനം അമ്മായിയമ്മ എന്റെയും ഭാര്യയുടെയും കൂടെ കിടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കിടന്നു. അടുത്ത ദിവസം രാവിലെ ഓരോന്നൊക്കെ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്ത് രാവിലെ 5 മണിയായപ്പോൾ എല്ലാവരെയും വന്ന് വിളിച്ചു.
ഞാനാണെങ്കിൽ ഇല്ല ഡ്രൈവിംഗ് എല്ലാം ചെയ്ത് വന്ന് വളരെ ക്ഷീണിതനായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി പോയിക്കോ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അമ്മായിയമ്മ പറയുന്നത്, ബസ്സിൽ യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. പുറമെല്ലാം വേദനയാണെന്നും ബസ്സിൽ വെച്ച് അമ്മായിയപ്പന്റെ ഊർക്കമ്മലി കാരണം കൂടെ ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലാവരും കൂടി കറങ്ങാൻ പോയി. ഞാനും അമ്മായിയമ്മയും മാത്രം ആ റൂമിൽ ആയി. അമ്മായിയമ്മ എന്തോ പനിയുടെ ലക്ഷണം പോലെ ബെഡിൽ മൂടിപ്പുതച്ച് കിടക്കുവാണ്. നല്ല തണുപ്പുണ്ട്. അവർക്കാണെങ്കിൽ തണുപ്പ് കൂടുതലാണ്. റൂം ഹീറ്റർ പോരാ എന്ന് ടെമ്പറേച്ചർ ഒന്ന് കൂട്ടാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ നോക്കിയപ്പോൾ ഹീറ്റർ മാക്സിമം ആയിരുന്നു. റിസപ്ഷനിൽ വിളിച്ചപ്പോൾ മണി 10 കഴിഞ്ഞു വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അമ്മായിയമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കയറി കട്ടിൽ കിടന്നു. കാരണം 5:30 ആകുന്നതേ ഉള്ളൂ. എനിക്ക് തണുപ്പൊരു പ്രശ്നമല്ലായിരുന്നു. ഡാ മോനെ, നിനക്ക് തണുക്കുന്നില്ലേ? ഓ, എനിക്ക് അത്രയ്ക്കും തണുപ്പില്ലമ്മേ. പിന്നെ ഗൾഫിൽ സ്ഥിരം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഉറങ്ങുന്നത്, അതുകൊണ്ട് ശീലമായി. എനിക്കാണെങ്കിൽ നല്ലപോലെ തണുക്കുന്നു. ഞാൻ ഇച്ചിരി ചേർന്ന് കിടന്നോട്ടെ നിന്റെ അടുത്തോട്ട്? ഓക്കെ, അതിനെന്താ അമ്മേ, കിടന്നോ. ഞാൻ മറുവശം തിരിഞ്ഞാണ് കിടന്നിരുന്നത്. അവരാണെങ്കിൽ എന്റെ അടുത്തോട്ട് ചേർന്ന് കിടന്നു. അവർ ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. അവർക്ക് നല്ലപോലെ തണുപ്പുണ്ടെന്ന് അവർ നീങ്ങി കിടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ബനിയൻ ഇട്ടിട്ട് വരാം. ഓ, അത് സാരമില്ല, എനിക്ക് വേണ്ടി നീ ബനിയൻ ഒന്നും ഇടണ്ട, ഞാൻ കൈ മാറ്റി തരാം. അപ്പോൾ തണുക്കത്തില്ലേ? സാരമില്ല, എനിക്ക് കുഴപ്പമില്ല. അമ്മ വേണമെങ്കിൽ പുറത്തു വെച്ചോ, നിനക്ക് തണുക്കില്ലേ? അത്രയ്ക്ക് തണുപ്പുണ്ടോ? എനിക്കിതൊക്കെ അമ്മേ. അമ്മ വേണമെങ്കിൽ കൈ എന്റെ പുറത്ത് വെച്ചോ. നിന്റെ പുറത്ത് നല്ല ചൂടുണ്ടെന്നും പറഞ്ഞ് അവർ ആദ്യം 2 കൈയും എടുത്ത് എന്റെ പുറത്ത് വെച്ച് തടവി. എന്റെ അമ്മായിയമ്മയ്ക്ക് നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എങ്ങനെയൊക്കെയോ അവരെ ഒരുവിധം ചൂട് പിടിപ്പിച്ചു. അതിനുശേഷം അവർ തിരിഞ്ഞു കിടന്നു. അവർ പറഞ്ഞു, നല്ല ചൂടുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ. ചൂടില്ലാതെ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല എന്ന് അമ്മായിയമ്മ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. അവരുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം. കാരണം എന്റെ ഭാര്യയെ എനിക്ക് സമ്മാനിച്ചത് അവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ചൂട് ഞാൻ നല്ലതുപോലെ തന്നെ അകറ്റിക്കൊടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു, അച്ഛനെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു അല്ലേ അമ്മേ? അപ്പോൾ ഈ ചൂടകറ്റാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഓ, എന്ത് കാര്യം മോനെ, നിനക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങേരോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങേര് ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്റെ കാര്യം ശ്രദ്ധിക്കുക പോലുമില്ല. സ്വന്തം കാര്യം നോക്കി കിടന്നുറങ്ങും. അല്ലാതെ എന്ത് ചെയ്യും? ഇപ്പോൾ നീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ചൂട് കിട്ടിയത് തന്നെ. എനിക്ക് ശകല നേരമെങ്കിലും അതുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞു. നിങ്ങൾ അറിയാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് മോനെ ഈ അമ്മയ്ക്ക്. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല മോനെ. അമ്മയ്ക്കും കാണില്ലേ ചില ആഗ്രഹങ്ങളൊക്കെ. സിജിയുടെ അച്ഛനാണെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോകുന്ന ആളാ. പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ ഈ എല്ലാ വിഷമവും പിന്നെ കടിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും. പിന്നെ ഇപ്പോൾ നീ ചോദിച്ചത് കൊണ്ട് നിന്നോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പോട്ടമ്മേ, അമ്മയുടെ ഏതാഗ്രഹവും ഈ മരുമകൻ സാധിച്ചു തരാം. പോരെ? മതി മോനെ, എനിക്ക് അത് മതി. എനിക്ക് സന്തോഷമായിടാ. അമ്മയ്ക്ക് ഇപ്പോൾ തണുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ ചൂടാക്കി തരാം. അമ്മായിയമ്മ ഒന്നും മിണ്ടിയില്ല. അവർ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് അമങ്ങിക്കിടന്നു. എനിക്ക് കാര്യം മനസ്സിലായി. അമ്മയുടെ തണുപ്പിന്റെ കാര്യം എനിക്ക് പിടികിട്ടി. അവരുടെ അടങ്ങാത്ത ആഗ്രഹമല്ലേ. ഇതാണെങ്കിൽ നല്ലൊരു ചാൻസും. ഞാൻ പിന്നൊന്നും നോക്കിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു.